അവർക്ക് വിജയമുണ്ടാകും. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ കാരണം. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലായി, ശത്രുവിനെ തോൽപ്പിക്കാനും ഈ ദിക്ർ കൊണ്ട് സാധിക്കും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടോണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണം റാഹത്താകും, ഖബർ ജീവിതം റാഹത്താകും, ജീവിതത്തിൽ മനക്ലേശങ്ങൾ ഇല്ലാതിരിക്കും, സ്വർഗത്തിൽപ്പെട്ട നിധിയാണ്, ഇത് ചൊല്ലിയാൽ നിനക്ക് നിധി ലഭിക്കും, നിനക്ക് സന്തോഷം ലഭിക്കും, നിനക്ക് സാമ്പത്തികമാകുന്ന ഭദ്രതയുണ്ടാകും, നിന്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഇതൊക്കെ ഇവിടെ പറഞ്ഞതാണ്, ഒക്കെ ഇവിടെ വായിച്ചു പറഞ്ഞതാണ്. ഹദീസിന്റെ പിൻബലത്തിൽ ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. മാത്രമല്ല ഇത് ബാഖിയാത്തു സ്വാലിഹാത്തിൽപ്പെട്ട അമലാണ് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠമായ അമലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പൊരുത്തമുള്ള വളരെ ശ്രേഷ്ഠകരമാകുന്ന അമലാണിത്. നിന്റെ ഹൃദയത്തിന് എപ്പോഴും സന്തോഷം സദാസമയം തുടികൊള്ളും. ഇതുകൊണ്ട് നിനക്ക് ശത്രുവിനെതിരിൽ വിജയിക്കാൻ സാധിക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇത് എത്ര ചെല്ലണം? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്,